പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സ്വത്തുകൾ തിരികെ വാങ്ങിക്കണം എന്നുള്ള വാശിയുമായി മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ ഇഷയുടെ അച്ഛൻ. മാത്രവുമല്ല, ഇതേ തുടർന്ന് ഇതിനുവേണ്ടി കൊട്ടേഷൻ കൊടുക്കണമെന്നുള്ള തീരുമാനത്തിൽ എത്തിച്ചേരുകയും ചെയ്യുന്നു. അപ്രതീക്ഷിതമായ ഈ കെണിയിൽ ഒടുവിൽ വീണുപോയിരിക്കുകയാണ് ഇപ്പോൾ രാഹുൽ. മാത്രവുമല്ല, അവിടേക്ക് എത്തുന്ന അയാൾ ഡോക്യുമെന്റ്സ് തന്നില്ല എങ്കിൽ നിന്നെ തീർത്തു കളയും, അതിൽ യാതൊരു സംശയവും വേണ്ട എന്നുള്ള കാര്യം വ്യക്തമാക്കുകയും ചെയ്തുകൊണ്ടുപോകുന്നു. ഇതോടെ രാഹുലാകെ പകച്ചു പോവുകയാണ്. ക്ഷമിക്കണം, എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി എന്നതാണ് സത്യം. ഞാൻ അതുകൊണ്ട് തന്നെ ക്ഷമ പറയാൻ തയ്യാറാണ് എന്ന് വ്യക്തമാക്കുകയാണ്. ഇതോടെ ഇനി നിന്നെ വിടണമെങ്കിൽ കാര്യങ്ങൾ മൊത്തമായി കഴിഞ്ഞിട്ടേ സാധിക്കുകയുള്ളൂ എന്ന് പറയുകയും ചെയ്യുന്നു. ഇതോടെ ഒടുവിൽ അതിന് തയ്യാറായിക്കൊണ്ട് കാര്യങ്ങൾ മുന്നിലേക്ക് ഇപ്പോൾ നീക്കിയിരിക്കുകയാണ് രാഹുൽ. മാത്രവുമല്ല, ഇതേ തുടർന്ന് രാഹുൽ സ്വത്തുക്കൾ എഴുതി നൽകുകയും ചെയ്യുന്നു. കാര്യങ്ങൾ ഇതോടെ കൈവിട്ട് പോയിരിക്കുകയാണ്. പക്ഷേ ഈ കാര്യങ്ങൾ അറിയുന്ന ഇഷയ്ക്ക് സന്തോഷമാകുന്നു. ഇഷയെ ചെന്ന് കാണുന്ന ഇഷയുടെ അച്ഛൻ ഇനി നീ ഈ കാര്യത്തിൽ പേടിക്കണ്ട എന്ന് തുറന്നു പറയുകയാണ്. കാര്യങ്ങളെല്ലാം വിചാരിച്ചതുപോലെ തന്നെ ഞാൻ നടത്തും, അതിൽ ഒരു പ്രശ്നവുമില്ല. ഇത് ഞാൻ വാക്ക് നൽകിയതാണ്. ഇനി ഈ സ്വത്തുക്കൾ നിന്റെയും അഭിഷേകിന്റെയും പേരിലേക്ക് എഴുതി വെക്കാനാണ് എൻ്റെ തീരുമാനം. അതിൽ യാതൊരു മാറ്റവുമില്ല, മനസ്സിലായോ? ഇതേ തുടർന്ന് അഭിഷേകിനെ രക്ഷിക്കുന്നതിനുള്ള നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.